മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നു. US ഇറാനെ ആക്രമിക്കുമോ എന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. സൈനിക നീക്കങ്ങളുമായി US മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഇറാനിലും പ്രതിരോധം ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേലും US എപ്പോഴും ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ആണവ വൈദഗ്ധ്യം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് സൈനിക മേധാവി അമീർ ഹദാമി പറയുന്നത്. ഇറാന്റെ സായുധ സേന അതീവ ജാഗ്രതയിലാണ്. ഏതെങ്കിലും ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് US-നും ഇസ്രായേലിനും ഹദാമി നൽകുന്നത്. US-ന്റെ സൈനിക നടപടിയെ ഭയന്ന് ഇറാൻ കരാറിന് ശ്രമിച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പ്രതികരണവുമായി ഇറാന്റെ സൈനിക മേധാവി എത്തിയത്. ഇറാന്റെ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് സൈനിക മേധാവി പറഞ്ഞു. അതിനിടെ നിർണായക നീക്കവുമായി ഇറാനും മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലിൻ്റെയും US-ൻ്റെയും വ്യോമാക്രമണത്തിൽ തകർന്ന പ്രധാന ആണവ നിലയങ്ങളിൽ പുതിയ മേൽക്കൂരകൾ സ്ഥാപിച്ച് സാറ്റലൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മറയ്ക്കുകയാണ് ഇറാൻ ഭരണകൂടം. ഉപഗ്രഹ ചിത്രങ്ങൾ വിലയിരുത്തി പ്രതിരോധ രംഗത്തെ വിദഗ്ധരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്ഫഹാൻ, നടാൻസ് എന്നീ ആണവ നിലയങ്ങളിലാണ് ഈ പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജൂണിൽ ഇസ്രായേലുമായി ഉണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലാണ് പുതിയ മേൽക്കൂരകൾ നിർമ്മിക്കുന്നത്. ഇതോടെ ആകാശത്തു നിന്നുള്ള നിരീക്ഷണം അസാധ്യമായിരിക്കുന്നു. യുറേനിയം സ്റ്റോക്കുകളും മറ്റും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ കണ്ണിൽപ്പെടാതെ മാറ്റാനോ പരിശോധിക്കാനോ ഉള്ള ശ്രമമാണിതെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. നദാൻസ് ആണവ നിലയത്തിൽ ഏകദേശം 19,000 സെൻട്രിഫ്യൂജുകൾ ഉണ്ടെന്നാണ് കണക്ക്. 2007-2010 കാലഘട്ടത്തിൽ US ഇസ്രായേലി ഇൻ്റലിജൻസ് ഏജൻസികൾ വികസിപ്പിച്ച ഒരു ഡിജിറ്റൽ വൈറസ് ആണവ നിലയങ്ങളിലെ സോഫ്റ്റ്വെയറുകളെ ബാധിക്കുകയും സെൻട്രിഫ്യൂജുകൾ സ്വയം നശിക്കാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഹാർഡ്വെയറുകളെ നേരിട്ട് തകർക്കാൻ ശേഷിയുള്ള ലോകത്തെ ആദ്യത്തെ സൈബർ വൈറസ് ആയിരുന്നു ഇത്.